തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മറ്റൊരു പ്രഖ്യാപനം പ്രഖ്യാപിക്കാൻ പറയാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഖുൽ നബിയെ പറയൂ, പ്രവാചകരെ പറയൂ, ലാ യഅലമു അറിയുകയേ ഇല്ല, ലാ യഅലമു അറിയുകയേ ഇല്ല. ലോകരോട് മുഴുവൻ പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു ഏൽപ്പിക്കണത് ഈ ആയത്ത് എല്ലാവരും മനഃപ്പാഠം പഠിച്ചു വെക്കണം. ഇത് തൗഹീദിൻ്റെ മറ്റൊരായത്താണ്. ലാ യഅലമു അറിയുകയേ ഇല്ല. മൻ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവരും വൽ അർദി ഭൂമിയിലുള്ളവരും എന്തറിയൂല? അൽ ഗൈബ മറഞ്ഞ കാര്യം അറിയൂല. ആകാശഭൂമികളിലുള്ള ഒരാളും തന്നെ ഗൈബ് അറിയൂല, മറഞ്ഞ കാര്യം അറിയുന്നവരല്ല. ഇല്ലല്ലാഹ് അള്ളാഹു ഒഴികെ. അള്ളാഹ്ക്കേ എല്ലാം അറിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ എല്ലാം അറിയുകയുള്ളൂ, മറ്റാരും ഒന്നും അറിയുന്നവരല്ല. വമാ യശ്ഉറൂന അവർക്ക് അറിയുക പോലുമില്ല, വമാ യശ്ഉറൂന അവർക്ക് അറിയുക പോലുമില്ല. അഥവാ ആകാശഭൂമികളിലുള്ള ഒരാൾക്കും തന്നെ അറിയുക പോലുമില്ല. എന്ത്? അയ്യാന യുബഅസൂൻ എപ്പോഴാണവർ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? അന്ത്യനാൾ എപ്പോഴാണ്? എപ്പോഴാണ് എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള വിവരം പോലും ആകാശഭൂമികളിൽ ഒരാളുടെ പക്കലുമില്ല, ഒരാൾക്കും അതുപോലും അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്നാ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുക, ആ വിവരം പോലും ആകാശഭൂമികളിൽ ഒരാൾക്കും ഇല്ല. ആ ഇൽമും ആരിൽ മാത്രം നിക്ഷിപ്തമാണ്? അല്ലാഹു മാത്രം. ഈ ആയത്താണ് ഞങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നത്. ആയത്ത് നമ്പർ സൂറത്തു നംല് 65-ാമത്തെ ആയത്ത് നമുക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ കോറി വെക്കണം. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ലോകത്ത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സർവ കക്ഷികളുടെയും വ്യതിയാനം സംഭവിച്ചത് ഈ പോയിന്റിലാണ്. അല്ലാഹു അല്ലാത്തവർക്കും മറഞ്ഞ കാര്യം അറിയും എന്നുള്ള വിശ്വാസമാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസം. അറിയില്ലെങ്കിലേ നിൽക്കൂലല്ലോ. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ, എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ, മനുഷ്യന്റെ മനസ്സുകളിലുള്ള രഹസ്യങ്ങൾ പോലും അറിയുന്നവൻ, ഉറക്കെ പതുക്കെ എന്ന വ്യത്യാസമില്ലാതെ എല്ലാം കേൾക്കുന്നവൻ, ഇരുട്ട് വെളിച്ചം എന്ന വ്യത്യാസമില്ലാതെ എല്ലാം കാണുന്നവൻ, സർവം കാണുന്നവൻ, അറിയുന്നവൻ. അതാര് മാത്രമാണ്? അല്ലാഹു മാത്രം. വേറെ എല്ലാവർക്കും പരിധിയുണ്ട്. എന്നാൽ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹ് നമ്മളാണ് വിളിക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? എൻ്റെ വിളി ഇപ്പം അല്ലാഹ് കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, നീ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ആവശ്യം വരെ അവനെ ഞാൻ പറയാതെ തന്നെയും പറഞ്ഞാലും അറിയും, പറഞ്ഞില്ലെങ്കിലും അറിയും, അവനറിയാം, എന്തിനും അവന് കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ അള്ളാഹിനെ വിളിക്കുമ്പോൾ ഇതേ വിശ്വാസമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരുടെയും മനസ്സിൽ ഉള്ളത്. അല്ലെങ്കിൽ അവരാ പണിക്ക് പോവില്ല. പോവില്ല. കാരണം ഞാൻ വിളിച്ചാൽ കേൾക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെ വിളിക്കൂല. അപ്പോൾ വിളിക്കുന്നവരൊക്കെ ധാരണ എന്താണ്? അള്ളാഹ് കേൾക്കും പോലെ അവരൊക്കെ കേൾക്കുന്നതാണ്. പക്ഷെ ഒറ്റ പ്രത്യേകതയുള്ളൂ, അവരാകെ കാണുന്ന ഒരൊറ്റ വ്യത്യാസം, അള്ളാഹിൻ്റെത് ആരും കൊടുത്ത കഴിവല്ല, മറ്റുള്ളവരതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്. അവിടെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹ് അങ്ങനെ അവൻ്റെ കഴിവുകൾ ഒരു നിമിഷത്തേക്ക് പോലും ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല, കൊടുക്കൂല. അതാ അവൻ്റെ പവറും. റബ്ബ് ഒരാൾക്കും അവൻ്റെ കഴിവ് വിട്ടുകൊടുക്കൂല. ഒരാൾക്കും അള്ളാഹു അവൻ്റെ എല്ലാ കഴിവുകളും ഞാൻ അങ്ങോട്ട് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ മതി എന്ന് അള്ളാഹു ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഇത് തൗഹീദിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണ്.